നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനും ആയിരിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്ക് ഇവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. മറുരൂപ ഞായറാഴ്ചയായ ഇന്നേ ദിവസം അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 9-ാമത്തെ അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള തിരുവചനവാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഈ വാക്കുകളെ പറഞ്ഞിട്ടും ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോടുകൂടെ സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. കർത്താവായ ക്രിസ്തേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലഘട്ടത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുവാനായിട്ടൊരുങ്ങുന്ന നാളുകൾ, വീണ്ടും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും വചന പഠനത്തിൻ്റെയും ആഴമേറിയ അനുഭവങ്ങളിൽ കൂടെ പ്രവേശിക്കുവാൻ ലഭ്യമാവുന്ന നോമ്പ് നാളുകൾ. നോമ്പ് കാലഘട്ടത്തിൽ നാം നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ക്രമപ്പെടുത്തണം എന്ന് ഓരോ നോമ്പ് കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയാറുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിലും നാം എങ്ങനെയാകണമെന്ന് തിരുവചനം മറുരൂപ രൂപാന്തര തിരുവചനം എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രൂപാന്തരീകരണം എന്ന് പറയുന്നത് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. മാറ്റം ആവശ്യം. രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും മാറ്റം, ഒരു ഫോർമേഷൻ, റീഫോർമേഷൻ എന്ന് പറയുന്നത് പോലുള്ള ഒരു മാറ്റം ആണ് രൂപാന്തരീകരണം. മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെയില്ല. എല്ലാവരും മാറ്റങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് പലപ്പോഴൊക്കെ വിനോദയാത്രകൾ നാം ക്രമീകരിക്കുന്നത്. എന്തിനാണ് ഈ വിനോദയാത്രകൾ ക്രമീകരിക്കുക? നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥയിൽ നിന്നും അല്പമൊന്ന് മാറി ചിന്തിക്കുവാനും അല്പമൊന്ന് മാറി ജീവിക്കുവാനും ഉള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന വിനോദയാത്രകൾ ക്രമീകരിക്കുക. നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാത്തതായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് തന്നെ പ്രവേശിക്കുവാനുള്ള, മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു കാലഘട്ടം കൂടെ ആണ് ഈ വിനോദയാത്രയിൽ കൂടെ നാം ക്രമപ്പെടുത്തുക. അപ്പം മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യം ആണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കൂടെ നാം ചോദിക്കേണ്ടതായിട്ട് ഉണ്ട്. ആയിരിക്കുന്ന ഇടങ്ങളെ വിട്ട് പുതിയ ഇടങ്ങളെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ആയിരിക്കുന്ന ഇടങ്ങൾ വിട്ട് പുതിയത് അന്വേഷിച്ച് പുതിയ തലത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥയെ നമുക്ക് രൂപാന്തരീകരണം എന്ന് പറയുവാനായിട്ട് കഴിയും. എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാക്കിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്തകളിൽ നമുക്ക് മാറ്റമുണ്ടാകണം, നമ്മുടേതായ സ്വഭാവത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കണം, മറ്റുള്ളവരുമായുള്ള ഒരു ഇടപെടലിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നിന്നും ആത്മീക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മാറ്റം നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മീകമാകുന്ന തലങ്ങളിൽ നിന്നും മാറി ഭൗതിക തലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ
സമയം കണ്ടെത്തുവാനായിട്ടുള്ള, ആത്മീകതയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനുള്ള ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം എല്ലാവരും തിരക്കേറിയ ജീവിതത്തിലാണ്. എവിടെയും തിരക്കാണ്, എന്തിലും തിരക്കാണ്. ചിന്തിക്കുന്നതിലും തിരക്ക്, പ്രവർത്തിക്കുന്നതിലും തിരക്ക്, ജീവിക്കുന്നതിലും തിരക്ക്, ശുശ്രൂഷകളിലും തിരക്ക്, ഒക്കെ തിരക്കേറിയ ഒരു ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. രൂപാന്തരീകരണം എന്ന് പറയുന്ന ഒരു മാറ്റമാണ്. അപ്പം ഈ മാറ്റം എന്ന് പറയുന്നത് ഞാനാകുന്ന തിരക്കേറിയ ജീവിതത്തിൽ നിന്നും കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ളൊരു മാറ്റമാണ് രൂപാന്തരീകരണം എന്ന് നാം പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. യേശുക്രിസ്തു ഒത്തിരിയേറെ മാറ്റം ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു യാത്രകൾ ചെയ്തത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് യേശു ഒക്കെ എല്ലാവരെയും വിട്ടിട്ട് നിർജ്ജനമായ പ്രദേശങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതും യേശു മാറ്റം ആഗ്രഹിച്ചു കൊണ്ടിട്ടാണ്. മാറി ചിന്തിക്കുവാനായിട്ട് നമുക്കൊന്ന് കഴിയണം. മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കൊന്ന് കഴിയണം. ഒന്ന് മാറിക്കൊടുക്കുവാനായിട്ട് നാം സഞ്ചരിക്കുന്ന പാതയിൽ ഒരു വ്യക്തി നമുക്ക് എതിർദിശയിൽ വരുമ്പോൾ അവന് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് രൂപാന്തരീകരണത്തിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു അനുഭവമായി തിരിച്ചറിയേണ്ടതും തന്നെയാണ്. നമ്മുടെ വായിച്ചയുടെ വേദഭാഗത്തിൽ യേശുക്രിസ്തു തൻ്റെ 3 ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ഉയർന്നൊരു മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവ തേജസ് കടന്നു വന്നു. അവൻ്റെ മുഖം പ്രകാശമായി തീർന്നു, വസ്ത്രം പ്രകാശമായി തീർന്നു. ഏലിയാവ് മോശയും അവനോടുകൂടെ സംഭാഷിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു കൂടാരമുണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പൻ എന്ന് പറഞ്ഞിട്ട് യേശുവും ശിഷ്യന്മാരും ഒക്കെ ദൈവ തേജസ് പ്രാപിച്ച് വീണ്ടും താഴ്വാരങ്ങളിലേക്ക്, ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് ആണ് ഇന്നത്തെ ധ്യാന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. യേശു നടത്തിയ പ്രാർത്ഥന രീതിയാണ് ഇവിടെ നിന്ന് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഇവിടെ വ്യക്തമായി പറഞ്ഞ് യേശു മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി എന്നാണ്. പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച മുഖത്തിൻ്റെ ഭാവം മാറി എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുകയും ചെയ്യുന്നത്. എന്താണ് ജീവിതത്തിലെ പ്രാർത്ഥന? പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ ധ്യാനിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് ഗർഭസ്ഥാവസ്ഥയിൽ ആയിരിക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമുക്കതിനെ ഉപമിപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവുമായുള്ളൊരു ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ ശിശുവിനെയും ആ അമ്മയും ബന്ധിപ്പിക്കുന്ന ഒരു ബന്ധമുണ്ട്, പൊക്കിൾക്കൊടിയ, നാഫിയ. അപ്പോൾ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മ ഭക്ഷിക്കുന്ന ഭക്ഷണവും അമ്മ കുടിക്കുന്ന ആ ഒരു വെള്ളവും അമ്മ എടുക്കുന്ന ജീവൻ്റെ ശ്വാസമൊക്കെ ഈ കുഞ്ഞ് ലഭ്യമാകുന്നത് ഈ നാഫിയിൽ കൂടെ, ഈ പൊക്കിൾക്കൊടിയിൽ കൂടെയാണ്. അപ്പോൾ ആ 9 മാസക്കാലയളവ് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മ എന്താണോ ഭക്ഷിക്കുന്നതാണ് ഭക്ഷിക്കുന്നത്, അമ്മ എന്താണ് ചിന്തിക്കുന്നതാണ് ചിന്തിക്കുന്നത്, അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നതാണ് ഈ കുഞ്ഞ് ജീവിക്കുവാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്വഭാവ സവിശേഷതകളോട് കൂടിയാണ് കുഞ്ഞ് ലോകത്തിലേക്ക് വന്നത്. കാരണം ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഉദരത്ത് വെച്ച് അതിനെ ആർക്കും പൊട്ടിച്ചു കളയാനായിട്ട് കഴിയത്തില്ല. ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മയെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ കരുതുന്ന ഒരു ബന്ധം തന്നെയാണ്. ഇന്നിൻ്റെ ലോകത്തിൽ അതില്ല എന്നാ, അമ്മയെ കരുതുന്ന ഒരു ബന്ധമില്ല. എപ്പോഴാണ് ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ പൊക്കിൾക്കൊടി അനുഭവത്തിൽ നിന്നും വേർപെട്ടു പോകുമ്പോഴാണ് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുക. വീണ്ടും ബന്ധങ്ങളുണ്ട്, പക്ഷേ എത്ര ആഴമേറിയ ബന്ധമില്ല എന്ന്. അമ്മ ഭക്ഷിക്കുന്ന ബന്ധം ആ കുഞ്ഞിനില്ല. അമ്മ കുടിക്കുന്ന ജീവന്റെ ജലം കുടിക്കുന്ന ബന്ധം കുഞ്ഞിനില്ല. അമ്മ ശ്വസിക്കുന്ന ശ്വസമെടുക്കുവാനുള്ളൊരു ബന്ധം, ആ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കുമ്പോഴുണ്ടാകുന്നില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ്. ഗർഭസ്ഥ ശിശുവും അമ്മയും തമ്മിലുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധം എങ്ങനെയാണോ സ്ഥാപിക്കപ്പെടുന്നത് അതുപോലെയാണ് പ്രാർത്ഥന. ദൈവത്തോടുകൂടെ ദൈവമുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്.
എവിടെയാണോ എപ്പോഴാണ് ഈ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്, അപ്പോഴാണ് സ്വർഗവുമായുള്ള ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത്. എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എപ്പോഴാണോ എന്നിൽ നിന്നും നഷ്ടമായി പോകുന്നത്, പ്രാർത്ഥന എപ്പോഴാണ് എന്നിൽ നിന്നും മാറിപ്പോകുന്നത്, അവിടെയാണ് ദൈവവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എവിടേക്കാ? ഉയർന്ന മലയിലേക്കാ. യോഹന്നാനെയും ശിഷ്യന്മാരെയും യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെ കൂട്ടിക്കൊണ്ടിച്ച് യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നതും നമുക്കിവിടെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. 3 പേരെ മാത്രമേ യേശു ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് തൻ്റെ അപ്പനുമായുള്ള അഭേദ്യ ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുന്നത്. ക്രൂശ് മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ മരണത്തിലേക്കുള്ള യാത്ര മധ്യേ ഇടർച്ചയില്ലാതെ വണ്ണം ആ മരണത്തിലേക്ക് പോകുവാനുള്ള കൃപയും ശക്തിയും തൻ്റെ അപ്പനെന്നും തനിക്ക് കിട്ടുവാനുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു ദൈവിക തേജസ് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഈ മലമുകളിലേക്ക് കർത്താവ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ്. ദൈവവുമുള്ള ആ ഒരു ആഴത്തിൽ നിൽക്കുവാനുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ട്. ഈ നോമ്പ് കാലഘട്ടം അതാ. നോമ്പ് കാലഘട്ടത്തിൽ നാം വെറുതെ ഉപവസിക്കുകയല്ല, വെറുതെ ശുശ്രൂഷകളിൽ പ്രവേശിക്കുകയല്ല, പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ഒരു 40 ദിവസ കാലയളവ് കർത്താവിനോടുകൂടെയുള്ള ആ ഒരു പൊക്കിൾക്കൊടി ബന്ധത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നൊരു കാലഘട്ടമായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് തേജസ്മയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴെന്താ നമുക്ക് കിട്ടുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ആയിരിക്കേണ്ടത്? യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. യേശു പ്രാർത്ഥിച്ചപ്പോൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നാം ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട്, അവിടെയാണ് പ്രാർത്ഥനയുടെ 1ാമത്തെ തലത്തെ അനുഭവിക്കുവാൻ കഴിയുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയും. ഇവിടെ യേശു നോക്കുക, യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഒറ്റയ്ക്കല്ല പോകുന്നത്. പല സമയങ്ങളിൽ യേശു ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ യേശു ഒറ്റയ്ക്കല്ല പോകുന്നത്. യേശു പോയത് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിയിട്ടാണ്. ഈ 3 പേർക്ക് 3 പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നതെങ്കിലും പെട്ടെന്ന് ഓടിച്ചു പോകാം. പത്രോസ് എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോല് കർത്താവിൽ നിന്ന് സ്വന്തമാക്കിയവനാണ്. യാക്കോബും യോഹന്നാനും കർത്താവിന്റെ വലതും ഇടതും ഇരിക്കുവാൻ ആഗ്രഹിച്ച് ആദ്യത്തെ രക്തസാക്ഷിയും അവസാനത്തെ രക്തസാക്ഷിയുമായി തീർന്നവരാണ് ഈ യാക്കോബും യോഹന്നാനും എന്ന്. അപ്പോൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ, ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ പ്രാധാന്യം അർഹിച്ച 3 വ്യക്തികളാണ് പത്രോസും യാക്കോബും യോഹന്നാനും. യേശുവിനെ പ്രിയപ്പെട്ടവർ, യേശുവിനെ പ്രിയമായി ചേർത്ത് പിടിച്ച വ്യക്തികൾ. അപ്പോൾ യേശു പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. പ്രിയമുള്ളവരെയും നാം പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സഹമനുഷ്യർക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് അവരുടെ ആവശ്യങ്ങളൊന്ന് കൂടെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അവരെ ഒന്ന് കൂട്ടുവാനായിട്ട്, അവരുടെ ആവശ്യങ്ങളെ എൻ്റെ ആവശ്യമായി കണ്ട് അവരെ ഒന്ന് കൂട്ടിപ്പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് പ്രാർത്ഥനയുടെ 1ാമത്തെ തലമെന്ന്. നോമ്പ് കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ കണ്ട് ആവശ്യങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, ഉപവസിക്കുവാനായിട്ട് നമുക്ക് കർത്താവ് 1ാമത് നമ്മെ പഠിപ്പിക്കും. 2, കർത്താവിൻ്റെ പ്രാർത്ഥന 2ാമത് നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ 29ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 2ാമത് ഉണ്ടാകുന്നത് ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകണമെന്നാണ്. ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണ് മാറ്റമുണ്ടായത്. അവൻ്റെ മുഖം പ്രകാശമായി തീർന്നതും അവൻ്റെ വസ്ത്രം വെണ്മയുള്ള വസ്ത്രമായി തീർന്നതൊക്കെ കർത്താവ് ദൈവത്തോടു കൂടെ. അപ്പോൾ മാറ്റം നമുക്കുണ്ടാകണം. എന്നിലൊരു മാറ്റം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തയിലും എൻ്റെ വാക്കിലും ജീവിത രീതിയിലൊക്കെ ഒരു മാറ്റം എനിക്കുണ്ടാകണം. അപ്പോൾ ഈ മാറ്റം ഒന്നുമില്ല എങ്കിൽ ഞാൻ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെ കാര്യമില്ല എന്നർത്ഥം. അപ്പം ഞാൻ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്വയം ഒന്ന് ചിന്തിക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാറ്റം എന്നിൽ ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ?
ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ്. എൻ്റെ മുഖത്തിനൊരു മാറ്റം ഉണ്ടാകണം, എൻ്റെ ജീവിത രീതിക്കൊരു മാറ്റം ഉണ്ടാകണം, മറ്റുള്ളവരുമായുള്ള എൻ്റെ ഇടപെടലിൽ, മറ്റുള്ളവരുമായുള്ള എൻ്റെ സംസാരത്തിൽ, മറ്റുള്ളവരുമായുള്ള എൻ്റെ വാക്കിൽ ഒക്കെ ഒരു മാറ്റം എനിക്കുണ്ടാക്കണം. അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യം. കർത്താവിൻ്റെ പ്രാർത്ഥന രീതി നമ്മെ പഠിപ്പിക്കുന്നത് എന്നിൽ ചില മാറ്റം, നമ്മിൽ ചില, നിന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണ്. മൂന്നാമത് കർത്താവ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രാർത്ഥന രീതി എന്ന് പറയുന്നത് 30-31 വാക്യങ്ങളിൽ. അവിടെ യേശു പ്രാർത്ഥിച്ചു, ശരീരം വെണ്മയുള്ളതായി തീർന്നു, 2 പുരുഷന്മാർ അവനോടുകൂടെ സംഭാഷിച്ചു, അവർ തേജസ്സിൽ പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ എപ്പോഴാണ് തേജസ് ഉണ്ടായത്? വളരെ ശ്രദ്ധേയമായി പറയുന്നത് കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് തേജസ് അനുഭവിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാകേണ്ട മൂന്നാമത്തെ രീതി, ദൈവ തേജസ്സിൽ നിറയപ്പെടുവാൻ നമുക്ക് കഴിയണം. ദൈവ തേജസ്സിൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ദൈവ തേജസ് നിറയപ്പെടുവാനായിട്ട് കഴിയുക? ഭയപരവശരായിട്ട് ആടുകളെ മേച്ചുകൊണ്ട് ആയിരുന്ന കുറേ ആട്ടിടയന്മാരുടെ ഇടയിലേക്ക് ദൂതന്മാർ വന്ന് അവരുടെ തേജസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എപ്പോഴാണ് അവിടെ തേജസ് വെളിപ്പെടുത്തുക? യേശു ജനിക്കുമ്പോഴാണ്. യേശു ജനിക്കുന്നത് വരെയും ഈ ഇടയന്മാരുടെ സ്വഭാവം നിറഞ്ഞവർ പ്രാർത്ഥനയിൽ കാത്തിരുന്നു, ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്നവരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന രീതിയും അവരുടെ കാത്തിരിപ്പിന്റെ അനുഭവത്തിന്റെ ഫലം അവർക്ക് ലഭ്യമാകുന്നത് കർത്താവിൻ്റെ ക്രിസ്തുവിന്റെ ജനനത്താൽ ദൈവ തേജസ് അവരെ ചുറ്റുമിന്നിയെന്ന്. ദൈവ തേജസ് അവർ രൂപാന്തരം പ്രാപിച്ചു, അവർ പുതിയ സൃഷ്ടിയായിത്തീർന്നു, പുതിയ മനുഷ്യരായിത്തീർന്നു, കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലേക്ക്, ഉയർത്തപ്പെടുന്ന തലത്തിലേക്ക് അവ മാറുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ രീതി എന്നെ ഉണ്ടാക്കി തരുന്നത് ദൈവ തേജസ്സിൽ നിറയപ്പെടുക എന്നൊരവസ്ഥയാണ് പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതാണ് കർത്താവ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായത്. നാലാമതും അവസാനവുമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയുന്ന 33-ാമത്തെ വാക്യം, അവർ വിട്ടുപിരിയപ്പോൾ ആര്? ഏലിയാവും മോശയും. ഏലിയാവും മോശയും കർത്താവിനോടുകൂടെ സംസാരിച്ച് വിട്ടുപിരിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നല്ലത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയും. അപ്പോൾ ഇവിടെ തേജസ്സിൽ പ്രത്യക്ഷനായ മോശയും ഏലിയാവും ആണ് എന്ന് യേശു ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞില്ല. ഇവിടെ യോഹന്നാനും യാക്കോബും പത്രോസും യേശുവിനോടുകൂടെ പോയത് പ്രാർത്ഥിക്കാനായിട്ട്. അവരും പ്രാർത്ഥിച്ചു, ക്ഷീണാവസ്ഥയിൽ ഉറങ്ങിയിട്ടുണ്ട് എങ്കിലും അവർ ഒരു ദൈവ തേജസ് കാണുകയാണ്, ദൈവ തേജസ് അനുഭവിക്കുകയാണ്. ഈ ദൈവ തേജസ് അനുഭവിച്ച് അവർ ആ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്നവരെ അവർ കാണുകയാണ്. കർത്താവ് പറഞ്ഞില്ലത് ഏലിയാവും മോശ എന്ന് പറഞ്ഞില്ല, പക്ഷേ അവരത് മനസ്സിലാക്കുക. ഇവിടെ നിൽക്കുന്നത് ഏലിയാവും മോശയുമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ തിരിച്ചറിവുണ്ടാകുന്നത്? പ്രാർത്ഥനയിൽ. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട നാലാമത്തെ രീതി, മറ്റുള്ളവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ളവരെ തിരിച്ചറിയുവാൻ കഴിയും. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞാൽ പോരാ, എൻ്റെ കുടുംബത്തെ തിരിച്ചറിഞ്ഞാൽ പോരാ, മറ്റുള്ളവനെയും കൂടെ, മറ്റുള്ളവരുടെ ആ ജീവിത രീതി കൂടെ, മറ്റുള്ളവരുടെ പ്രവൃത്തി കൂടെ, മറ്റുള്ള ചിന്തകളോട് ഒന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ, അവിടെയാണ് പ്രാർത്ഥനയുടെ തേജസ് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെയും തിരിച്ചറിയാം. എൻ്റെ സമീപത്ത് നിൽക്കുന്ന എൻ്റെ അപ്പനെ നമുക്കും തിരിച്ചറിയാം. ഈ തിരിച്ചറിവ് നഷ്ടമാകുന്ന ലോകം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംഭവിച്ചതാണ്. ഇന്നലെയും ഒരു കൊലപാതക സംഭവം നാം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടു. 15 വയസ്സായ ഒരു ബാലനെ, ഒരു യൗവനക്കാരനെ അടിച്ച് കുട്ടത്തല്ലുകളാൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ. അപ്പോൾ തിരിച്ചറിയുന്നില്ല എന്നാണ്. സുഹൃത്തിനെ തിരിച്ചറിയുന്നില്ല, സഹോദരനെ തിരിച്ചറിയുന്നില്ല, അമ്മയെ തിരിച്ചറിയുന്നില്ല, പ്രണയിക്കുന്ന പ്രണയിനിയെ പോലും തിരിച്ചറിയുന്നില്ല എന്നാണ്. ജീവിതകാലം മുഴുവനൊക്കെ ചേർത്ത് പിടിച്ച അപ്പനെ തിരിച്ചറിയുന്നില്ല, 15 വയസ്സായ സഹോദരനെ തിരിച്ചറിയുന്നില്ല, അവനിഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവൻ്റെ നെറുകയ്ക്ക് ചുറ്റികടിച്ച് കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ തിരിച്ചറിവ് നഷ്ടമാകുന്ന ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുക. തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തിൻ്റെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്? സഹമനുഷ്യരെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം, എൻ്റെ സഹോദരിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം, എൻ്റെ അപ്പനെ തിരിച്ചറിയുവാൻ കഴിയണം, എൻ്റെ അമ്മയെ തിരിച്ചറിയുവാൻ കഴിയണം, ഞാൻ പ്രണയിക്കുന്ന എൻ്റെ പ്രണയിനിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. അവിടെയാണ് തിരിച്ചറിവിൻ്റെ ബോധ്യമുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടുവാനായിട്ട് കഴിയുക. ഇവിടെ ഈ തിരിച്ചറിവ് എങ്ങനെ കിട്ടുക?
ഒരു വിശ്വാസിക്ക് എങ്ങനെ കിട്ടുക? തിരിച്ചറിവുകളുടെ പ്രാർത്ഥനയില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവനാ ഈ തിരിച്ചറിവ് കിട്ടുക. ഇവിടെ യേശു പ്രാർത്ഥിച്ചു, 3 ശിഷ്യന്മാരും പ്രാർത്ഥിച്ചപ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. ഇവിടെ നിൽക്കുന്നവർ 2 പേരും ഏലിയാവും മോശയും എന്നത്. ആരും അവരെ പഠിപ്പിച്ചതല്ല, ആരും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ല. അവർ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് ഒരു 3 കുടിലുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത്. ആ ഒരു സംഭാഷണത്തിലേക്ക് എത്തിച്ചത് ആ തിരിച്ചറിവാണ്. കാരണം ഏലിയാവ് എന്ന് പറയുന്നത് പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചവനാണ്. മോശെ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ വക്താവായി ജീവിച്ചവനാണ്. അപ്പോൾ പ്രവാചക ശുശ്രൂഷക നിർവഹിച്ചവന് ന്യായപ്രമാണം നൽകിയവനൊക്കെ കൂടെ ഉണ്ട് എങ്കിൽ സന്തോഷമാണ് എന്ന ഒരു തിരിച്ചറിവ് പത്രോസിനുണ്ടായി. ആ പത്രോസ് പറയുന്നത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഇവിടെ ജീവിക്കുന്നത് നല്ലത്. എന്തിനാണ് മരണത്തിലേക്ക് കടന്നു പോകുന്നത്? എന്തിനാണ് താഴ്വാരങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നത്? പ്രിയപ്പെട്ടവരെ, പിന്നത്തേതിലൊക്കെ നമുക്ക് ഒത്തിരിയേറെ വേദനകൾ സമ്മാനിക്കുന്നുണ്ടെങ്കിലും ശിഷ്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രാർത്ഥനയിൽ കൂടെയുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ പ്രാർത്ഥന ജീവിതത്തിൽ അനിവാര്യമാണ്. ദൈവമുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം ഉൾക്കൊള്ളുവാനായിട്ട് പ്രാർത്ഥന ഉണ്ടാകണം. ഒരു പൊക്കിൾക്കൊടി അനുഭവത്തിലേക്ക് ചേരുന്ന ഒരു പ്രാർത്ഥന രീതി നമുക്കുണ്ടാകണം. അവിടെ 4 ചിന്തകൾ പഠിപ്പിച്ചതൊന്ന്, പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരോടൊപ്പം ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവരാരാണ്? പലപ്പോഴും ആരാധനയ്ക്കോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രിയപ്പെട്ടവരിൽ അപ്പൻ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, മക്കൾ മാത്രം ഇരുന്ന് പ്രിയപ്പെട്ടവരാരും ഇല്ല. മക്കളുടെ പ്രിയപ്പെട്ടവർ അപ്പനും അമ്മയുമാണ്. ഈ മക്കളുടെ പ്രിയപ്പെട്ടവർ അപ്പനും അമ്മയും ആണ് എന്ന ബോധ്യം മക്കളിൽ നിന്ന് മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവർ പല വഴികളെ അന്വേഷിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും പ്രണയിക്കപ്പെടുന്ന അനുഭവം, പ്രണയം തെറ്റെന്ന് പറയുന്നില്ല, പ്രണയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകപ്പെടുന്നത് ഈ അപ്പനും അമ്മയും പ്രിയപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ കൂടെ പിടിക്കണം, മക്കളെ പ്രിയപ്പെട്ടതായിട്ട് കുടുംബ പ്രാർത്ഥനകൾ കൂടെ പിടിക്കണം. എന്തിന് സഭകളിൽ പോലും പ്രിയപ്പെട്ടവരില്ല എന്ന്? സഭകളിൽ പോലും അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിന് സമയമില്ല. അപ്പനും വരും, അല്ലെങ്കിൽ അമ്മ വരും, അല്ലെങ്കിൽ മക്കൾ വരും. ആരെങ്കിലുമൊക്കെയാ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കടന്നു പോകപ്പെടുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മളൊന്ന് മാറുകയാണ്. എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനായിട്ട്, പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളുവാനായിട്ടൊക്കെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, എന്നിൽ ചില മാറ്റം ഉണ്ടാകുക, നിന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുക, നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ല എൻ്റെ സ്വഭാവത്തെ മാറ്റുവാനായിട്ട് എനിക്ക് കഴിയുക. പ്രാർത്ഥനയില്ല എനിക്ക് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. മാറ്റങ്ങൾ ഉണ്ടാകണം. മുഖം എപ്പോഴും പ്രസന്നതയായി തീരണം. പ്രാർത്ഥനയില്ല ഈ മുഖം പ്രസന്നതയായി തീരാനായിട്ട് സാധ്യമാകുകയുള്ളു. മൂന്നാമതായിട്ട് പറഞ്ഞത്, ദൈവ തേജസ് പ്രാർത്ഥന കൊണ്ട് ഒന്ന് നിറയുവാനായിട്ട് കഴിയണം. നാലാമത് പറഞ്ഞു, മറ്റുള്ളവരെ ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയിൽ മാത്രമേ ഈ മറ്റുള്ളവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. യേശു പ്രാർത്ഥിച്ചു. ഈ 4 കാര്യങ്ങളിൽ കൂടെ യേശു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം എന്താണ്? അവൻ രൂപാന്തരപ്പെട്ടു. അവൻ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അവൻ മാറി, അവൻ്റെ ജീവിതം മാറി, അവൻ്റെ മുഖം മാറി, അവൻ രൂപാന്തരപ്പെട്ടു. ഒരു പുതിയ സൃഷ്ടിയായി അവൻ ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക്, ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥനയിൽ രൂപാന്തരം ഉൾക്കൊള്ളുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. പ്രാർത്ഥന ഒന്ന് മുറുകെ പിടിക്കാം. രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് നമുക്ക് പ്രവേശിക്കാം. നാളുകൾ കഴിയുമ്പോൾ വരുവാനിരിക്കുന്ന നോമ്പ് കാലഘട്ടം, അത് അനുതാപത്തിൻ്റെയും പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെയും പാപത്തു നിന്നും പിന്തിരിയുന്നതിൻ്റെയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെയും കാലഘട്ടം ആയിത്തീരട്ടെ. പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അല്പസമയങ്ങളൊന്ന് മാറ്റിവെക്കാം. ആരാധനയ്ക്കായിട്ട് അല്പസമയങ്ങൾ നമുക്കൊന്ന് മാറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ വായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പറയണമെന്ന്. 69 കുടുംബത്തിൽ 2 വ്യക്തികൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ആ താല്പര്യമില്ല. മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് അല്പസമയമൊന്നും ബൈബിൾ വായിക്കുവാനോ ദേവാലയത്തിരിക്കാൻ നമുക്കാർക്കും താല്പര്യമില്ല. മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുക. ലഭ്യമാകുന്ന നിമിഷങ്ങളിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് അറിയുമെങ്കിൽ ദൈവാലയത്തിൽ വന്ന് വചനം വായിക്കുവാനൊരു സമയം അതിനൊന്ന് മാറ്റിവെക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറയാൻ ഭയങ്കര പാടാണ്. 5 മണി മുതൽ 6 മണി വരെയൊക്കെ ഒന്ന് കുളിച്ച് ദൈവാലയത്തിൽ വന്ന് വചനം വായിക്കാനായിട്ട് പറഞ്ഞാൽ ഈ ഒരു പുച്ഛത്തോടു കൂടെയുള്ള ചിരിയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവമുള്ളൊരു ബന്ധത്തെ നഷ്ടപ്പെടുന്ന അനുഭവമാണെന്ന് തിരിച്ചറിയുക.
ദൈവാലയത്തിലേക്ക് കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും വായിക്കുവാനൊക്കെ കടന്നു വരുന്നത് ദൈവവുമായുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴത്തെ ഉൾക്കൊള്ളുക. അതിനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തെ നമുക്ക് ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം. കർത്താവിൻ്റെ ആലയത്തോട് ചേർന്നിരിക്കാം, പ്രാർത്ഥനയോട് ചേർന്നിരിക്കാം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാം. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആയിരിക്കുന്നിടത്തു നിന്നൊക്കെ മാറി മാറിപ്പോവുക. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ മാറ്റങ്ങളെ ചിന്തിച്ച് പുതിയൊരു സൃഷ്ടിയാൽ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകുവാൻ നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുമുള്ള ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മശേന വാക്കിൽ പാടി പ്രാർത്ഥിക്കാം.